നമസ്കാരം. എൻ്റെ പേര് അനുപമ. ലോക കേരള സഭയുടെ അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധിയാണ്. ലോക കേരള സഭയുടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സമ്മേളനത്തിലും അമേരിക്കയിൽ വെച്ച് നടന്ന മേഖലാ സമ്മേളനത്തിലും പങ്കെടുത്തതിൻ്റെ അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആദ്യം പങ്കെടുത്ത തിരുവനന്തപുരം സമ്മേളനത്തിന് ശേഷമായിരുന്നു കോവിഡിൻ്റെ ദുരിതകാലം. ലോകത്തെ മലയാളികളെ മുഴുവൻ ഒരു കുടുംബം എന്ന പോലെ ഒരുമിച്ച് കൊണ്ടുവരാൻ അന്ന് ലോക കേരള സഭ മുൻകൈയെടുത്തു. വിവിധ പ്രവാസി സംഘടനകളുമായി ചേർന്ന് പലയിടങ്ങളിലും കുടുങ്ങിപ്പോയ മലയാളികളെ തിരിച്ചു നാട്ടിലെത്തിക്കാനും ദുരിതമനുഭവിക്കുന്ന മലയാളികൾക്ക് താങ്ങാകാനും നാട്ടിലെ മലയാളികൾക്ക് ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടക്കം വേണ്ട സഹായങ്ങൾ എത്തിക്കാനും ലോക മലയാളികൾ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിൽ ലോക കേരള സഭ ഏറ്റെടുത്ത നേതൃത്വം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പിന്നെ അമേരിക്കയിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെ പതുക്കെ എങ്ങനെയാണ് ഈ സഭ പ്രവാസികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന് മനസ്സിലായി. പ്രവാസികൾ 92ഓളം നിർദ്ദേശങ്ങളാണ് അമേരിക്കയിൽ സഭയ്ക്ക് മുന്നിൽ വെച്ചത്. പ്രവാസികൾ പറയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കേട്ട് അതിന് മറുപടി നൽകി അതിൽ പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള മുൻകൈ സർക്കാർ എടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും പലരും അങ്ങിങ്ങായി നടത്തുന്ന വിമർശനങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇവിടെ നടക്കുന്നത് എന്ത് എന്നിവർ കുറച്ചുകൂടി ശരിയായ രീതിയിൽ പഠിച്ചിരുന്നാലെങ്കിലെന്ന്. വിമർശകരോട് പറയാനുള്ള മറ്റൊരു കാര്യവുമുണ്ട്. പൊള്ളുന്ന മരുഭൂമിയിലും ആർട്ടിക് കൊടുങ്കാറ്റാൽ തണുത്ത് മരവിക്കുന്ന പ്രദേശങ്ങളിലും വെയിലും മഞ്ഞും വകവയ്ക്കാതെ പടുത്തുയർത്തുന്നതാണ് ഓരോ പ്രവാസിയുടെയും സ്വപ്നലോകം. വിദേശവാസത്തിലൂടെ പ്രവാസികൾ ആർജിച്ച അനുഭവ പരിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ അവർ പറയുന്നത് കേൾക്കാൻ ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ ഉചിതമായ വേദി ഒരുക്കുക എന്ന കടമയാണ് ലോക കേരള സഭ രൂപീകരിച്ചതിലൂടെ സർക്കാർ നിർവഹിച്ചിരിക്കുന്നത്. 4ാം സമ്മേളനത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ഈ സഭയുടെ ലക്ഷ്യത്തിന്റെ പല മൈൽ സ്റ്റോണുകളും നമ്മൾ കടന്നിട്ടുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള മലയാളികളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾക്കൊപ്പം കേരളത്തിന്റെയും പ്രവാസികളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുമിച്ച് ചേരുന്ന ഈ വേദി ഇപ്പോൾ അതത് മേഖലകളിലും നടക്കുന്നതിനാൽ കൂടുതൽ മലയാളികൾക്ക് സർക്കാർ നേതൃത്വവുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട്. അവർക്കുള്ള നിർദ്ദേശങ്ങളും പരാതികളും ആശങ്കകളും മുന്നോട്ട് വയ്ക്കാനുമാകുന്നുണ്ട്. കേരളത്തിന്റെ വികസനത്തിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും സംഭാവനകളും നൽകുന്നതിനും പ്രവാസികളുടെ വിഷയങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും അകം കേരളത്തിന്റെ നയരൂപീകരണത്തിൽ പുറം കേരളത്തിന്റെ ശബ്ദം രേഖപ്പെടുത്തുന്നതിനുമുള്ള ജനാധിപത്യത്തിന്റെ വളരെ ബ്യൂട്ടിഫുള്ളായ യുണീക്കായ ഒരു വേദിയായി ലോക കേരള സഭ ഈ 6 വർഷത്തിനിടെ മാറിക്കഴിഞ്ഞതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം ഒരു വേദി പ്രവാസികൾക്ക് വേണമെന്ന വസ്തുത നിലനിൽക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് പ്രവാസികളുടെ ഈ കഠിനാധ്വാനം കണ്ടില്ലെന്ന് നടിക്കുന്നതിന് തുല്യമാണ്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട് എന്നത് ശരിയാണ്. ഇനിയും ഒരുപാട് ദൂരം പിന്നിടാനുണ്ട്. പ്രവാസിയെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ കുടക്കീഴിലാക്കിയ ഈ സഭയുടെ വിഷൻ പൂർണ്ണമായി നടപ്പാക്കുന്നതിന് സാക്ഷിയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട്.